ഹലോ ഹായ്. അപ്പം നമ്മുടെ സോഫീൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഞങ്ങളിന്ന് ഒരു റിസപ്ഷൻ ഉണ്ടായിരുന്നു, അതിനൊക്കെ പോയിട്ട് ഞങ്ങൾ ലേറ്റായി വന്നു. അപ്പോൾ ഞാൻ അവളോട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. അനിയനെ കണ്ടിട്ടാണെന്ന് വിചാരിച്ച് അവൾ അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പം ഞങ്ങൾ എന്തൊക്കെയാണ് അവളുടെ ഹസ്ബൻഡിനെയും കൂടി വിളിച്ചു കേട്ടോ. അപ്പോൾ ഏട്ടനും കൂടി വരട്ടെ എന്നൊന്ന് വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അനിയനിതാ ഗിഫ്റ്റ് എടുത്ത് കൊടുക്കുകയാണ്, ഒരു കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. രാത്രി ആകുമ്പോൾ നല്ല രസമല്ലേ കട്ട് ചെയ്യാൻ. അപ്പോൾ ഞങ്ങളിതാ ഹസ്ബൻഡും വന്നു. അപ്പോൾ ഞങ്ങൾ അവർ കാറിൻ്റെ മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അവളൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ അനിയനെ കാണാനാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അവളോട് അവിടെ നിർത്തിയത്. എന്നിട്ട് പിന്നെ ഏട്ടനും വരട്ടെ എന്ന് വിചാരിച്ചു ഞങ്ങളങ്ങനെ കാത്തിക്കായിരുന്നു. അങ്ങനെ അതാ ലൈഫിൽ ആദ്യമായിട്ട് നൈറ്റ് ഒരു നടു റോട്ടിൽ വെച്ചിട്ട്, മെയിൻ റോട്ടിൽ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാൻ കേട്ടോ സോഫി. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവളുടെ ഫേസിൽ തന്നെ അറിയുന്നുണ്ട്. കുറേ ദിവസമായിട്ട് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്യാണ്. ഞാൻ വിചാരിച്ചു ഒരു ബേക്കറിയിലെവിടെയും പോയി ചായ മേടിച്ചിട്ട് അങ്ങനെയൊക്കെ കേക്ക് മേടിച്ച് കട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചപ്പം ഒരു 9:30 ആയിട്ടോ. അപ്പോൾ ഇനി സമയമില്ലല്ലോ. അപ്പം നമുക്ക് വഴിയില്ലെങ്കിൽ വഴിയില്ല. അപ്പം അനിയനെ കൊണ്ട് ഞാൻ മേടിപ്പിച്ചു കേട്ടോ. അപ്പം അനിയൻ മേടിച്ചപ്പോൾ ഞങ്ങൾ രണ്ടാളുടെയും ഗിഫ്റ്റാണ്. സോഫി പറഞ്ഞ് കഴിച്ചിട്ട് അടിപൊളിയാണ്, കേക്ക് അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ ഇവരിത് ചിരിക്കുന്നതെന്ന് വെച്ചാൽ മുറിച്ച് കഴിഞ്ഞിട്ടാണ് മെഴുകുതിരി ഓതിയത് കേട്ടോ. അതിനു മുമ്പ് അവൾ ഊതാൻ മറന്നുപോയി. അപ്പം അത് പറഞ്ഞിട്ടാണ് കേട്ടോ അവരൊരാളും ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പറയാം, എക്സ്പ്രഷൻ ഇടുന്നുണ്ടാവും, അയ്യോ ഊതാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് അത് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ അവൾ ഇതാ മധുവേട്ടന് ആദ്യം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അനിയനും എനിക്ക് തരാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട മധുവേട്ടന് കൊടുക്കുക. അപ്പോൾ അതാ മധുവേട്ടനും കൊടുത്തത് കഴിഞ്ഞ് അനിയനും കൊടുത്ത്. അവനൊരു ഇത്തിരി കഴിച്ചുള്ളൂ കേട്ടോ, ഡയറ്റിംഗ് ആണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ച് എനിക്കും തന്നിട്ട് ഞാനത് തിരിച്ചു കൊടുത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.